കണ്ണൂരിൽ വിവിധയിടങ്ങളിലായി ഇന്ന് 3 മുങ്ങിമരണം. തളിപ്പറമ്പ് കൂവേരി പുഴയിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. നെല്ലിപ്പറമ്പ് സ്വദേശി ഷാഹിദാണ് മരിച്ചത്. പയ്യാവൂർ കൊയ്പ്രയിൽ ഒഴുക്കിൽപ്പെട്ട 9ാം ക്ലാസ് വിദ്യാർത്ഥി അലീന മരിച്ചു. ചൂട്ടാട് ബീച്ചിൽ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. പുതിയങ്ങാടി സ്വദേശി ഫൈറൂസാണ് മരിച്ചത്. സുനിൽ ഐസക് വിശദാംശങ്ങൾ നൽകാനുണ്ട് കണ്ണൂരിൽ നിന്നും. സുനിൽ, ദാരുണമായ സംഭവം, വ്യത്യസ്ത അപകടങ്ങളിലായാണ് മരണം സംഭവിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടമൊക്കെ ഉണ്ടായത്? കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥികളാണോ അപകടത്തിൽപ്പെട്ടത്? ജീന, തീർച്ചയായും വളരെ സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. 3 വിദ്യാർത്ഥികളുടെ ജീവനാണ് ഇന്ന് വെള്ളത്തിൽ പെട്ട് നഷ്ടമായിരിക്കുന്നത്. ആദ്യത്തെ സംഭവം പയ്യാവൂർ കോയിപ്രയിലാണ്. അവിടെ പുഴയിൽ സഹോദരനൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥിനിയാണ് മുങ്ങി മരിച്ചത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി അലീനയാണ് മരിച്ചത്. സഹോദരനൊപ്പം കുളിക്കുന്നതിനിടയിൽ അലീന പുഴയിലെ കയത്തിലേക്ക് മുങ്ങിപ്പോവുകയായിരുന്നു. തുടർന്ന് സഹോദരന്റെ കരച്ചിൽ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ഈ വിദ്യാർത്ഥിനിയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയത്. എന്നാൽ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും വഴി മരണം സംഭവിക്കുകയായിരുന്നു. രണ്ടാമത് ചൂട്ടാട് ബീച്ചിനോട് ചേർന്ന അഴിമുഖത്തിറങ്ങിയ 12കാരനാണ് കടലിൽ മുങ്ങി മരിച്ചത്. കൂടെ ഉണ്ടായിരുന്ന 12ഉം 10ഉം വയസ്സുള്ള മറ്റ് 3 കുട്ടികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തു. ഈ ബീച്ചിനോട് ചേർന്ന് കളിക്കുകയായിരുന്ന കുട്ടികൾ ഈ അഴിമുഖത്ത് ഇറങ്ങി കുളിക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ഇതിലൊരു കുട്ടിയെ ഇവിടെ പെട്ടുപോകുന്നത്. ആ കുട്ടിയെ രക്ഷപ്പെടുത്താൻ ഇറങ്ങിയ മറ്റ് 2 കുട്ടികളും വെള്ളത്തിൽ മുങ്ങിയിരുന്നു. തുടർന്ന് നാട്ടുകാർ ഓടിക്കൂടി ഈ മത്സ്യത്തൊഴിലാളികളും മറ്റും വലയെറിഞ്ഞാണ് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തുന്നത്. പക്ഷേ അതിൽ ഒരു കുട്ടിയുടെ മരണം സംഭവിക്കുകയും ചെയ്തു. പുതിയങ്ങാടി സ്വദേശി ഫൈറൂസ് എന്ന 12കാരനാണ് മരിച്ചത്. പുതിയങ്ങാടി ജമാഅത്ത് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഏറ്റവും ഒടുവിൽ 3ാമത്തെ വിദ്യാർത്ഥി മരിച്ചത് തളിപ്പറമ്പ് കൂവേരി പുഴയിലാണ്. നെല്ലിപ്പറമ്പ് സ്വദേശി ഷാഹിദ് എന്ന 19കാരനാണ് മരിച്ചത്. വൈകിട്ട് 5:30 സുഹൃത്തുക്കൾക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഇവിടെ കൂവേരി പാലത്തിന് സമീപത്ത് അപകടമുണ്ടാവുന്നത്. നെല്ലിപ്പറമ്പ് താമസിക്കുന്ന അബ്ദുൽ ലത്തീഫിന്റെ മകനാണ്. NSFന്റെ തലോറ ശാഖാ സെക്രട്ടറി കൂടിയാണ് ഷാഹിദ് എം. ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ് ഉള്ളത്. ചൂട്ടാട് ബീച്ചിൽ കുളിക്കുന്നതിനിടെ അപകടത്തിൽപ്പെട്ടിട്ടുള്ള മറ്റ് 2 കുട്ടികളിൽ ഒരു കുട്ടിയുടെ ആരോഗ്യനില അല്പം ഗുരുതരമാണ്. ആ കുട്ടി ഇപ്പോൾ ICUവിൽ തുടരുകയും ചെയ്യുക.